അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഒരു ഗിഫ്റ്റും പിടിച്ച് ബാൽക്കണിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ വളകാപ്പ് പരിപാടിക്ക് സമയമായെന്ന് ഓർമ്മിപ്പിച്ച് അവളുടെ അമ്മ അവിടേക്ക് എത്തുന്നു. ഹീറോയിന്റെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റിനെ പറ്റി അമ്മ തിരക്കുമ്പോൾ ഫംഗ്ഷൻ തീരുമ്പോൾ ഭർത്താവിനെ കൊടുക്കാനായുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഇതെന്നും ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇതവിടെ എത്തിച്ചേക്കണം എന്നും പറഞ്ഞ് അവൾ അത് അമ്മയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ വളകാപ്പ് നല്ല രീതിയിൽ വീട്ടുകാരായിട്ട് നടത്തിയ ശേഷം അമ്മയോട് പറഞ്ഞ് ആ സർപ്രൈസ് ഗിഫ്റ്റ് അവൾ ഭർത്താവായ കിഷോറിന് നൽകുന്നു. ഗിഫ്റ്റ് അയച്ചു നോക്കുമ്പോൾ അതൊരു പെൻഡ്രൈവ് ആണെന്ന് മനസ്സിലാക്കിയ അവൻ മെറ്റേണിറ്റി ഫോട്ടോസ് ആയിരിക്കുമെന്ന് വിചാരിച്ച് എല്ലാവരും അവിടെ നിൽക്കെ അത് ടിവിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇവരെല്ലാം കരുതിയതുപോലെ അത് മെറ്റേണിറ്റി ഫോട്ടോസ് ആയിരുന്നില്ല. കിഷോർ അവന്റെ ഒരു കൊളീഗുമായി സെക്സിലേർപ്പെടുന്ന CCTV ഫൂട്ടേജ് ആയിരുന്നു അത്. ഇത് കണ്ട് ആകെ പരിഭ്രാന്തനായി നിൽക്കുന്ന അവനെ സഹായിക്കാനായി കിഷോറിന്റെ അമ്മ വേഗം ചെന്ന് TV ഓഫ് ചെയ്യുന്നു. എന്നിട്ട് തെറ്റ് ചെയ്യാത്ത നമ്മുടെ ഹീറോയിനിട്ട് ഒരടിയും കൊടുക്കാണ്. ഭർത്താവിന്റെ ഒപ്പം ഇനി തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ നിന്റെ അച്ഛൻ മരിച്ചിട്ട് നമ്മൾ എത്രത്തോളം പാടുപെട്ടു ഇതുവരെ എത്താൻ, അതേപോലെ വളരാൻ നിന്റെ കുട്ടിക്കും ഇടവരുത്തണോ എന്നൊക്കെ സെന്റിമെന്റ്സ് അടിച്ച് അവളുടെ അമ്മ ഒടുവിൽ കിഷോറുമായി ഒത്തുചേരാൻ അവളെ സമ്മതിപ്പിച്ചെടുക്കുന്നു. കിഷോറിന്റെ അച്ഛനേക്കാൾ കൂടുതൽ അമ്മയ്ക്കായിരുന്നു ഹീറോയിന്റെ ഈ പ്രവൃത്തി ഇഷ്ടപ്പെടാതിരുന്നത്. എന്റെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് എന്നോട് വന്നാണ് പറയേണ്ടത്. ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാനെത്തിയ അവന്റെ ഫ്രണ്ട്സ് എല്ലാം ഇത് കണ്ടില്ലേ, ഇനി എങ്ങനെ എന്റെ മോൻ ഈ മുഖം വെച്ച് ഓഫീസിലേക്ക് പോകും എന്നെല്ലാം ഹീറോയിനെ നിർത്തി അവന്റെ അമ്മ ദേഷ്യപ്പെടുമ്പോൾ തനിക്ക് കിഷോറിനോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഹീറോയിൻ കിഷോറിനെ കൂട്ടി ഒരു റൂമിൽ ചെന്നിരിക്കുന്നു. കിഷോറിന്റെ വീട്ടുകാർ തന്ന ആഭരണങ്ങളെല്ലാം പെട്ടിയിൽ ഊരിവെച്ച ശേഷം ഇനി മുതൽ ഒരുമിച്ച് ജീവിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് ഹീറോയിൻ പറയുന്നു. കിഷോറിനാവട്ടെ അവന്റെ ഗർഭിണിയായ ഭാര്യയെ വിട്ടുകളയാൻ മനസ്സില്ലായിരുന്നു. ഹീറോയിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആ റിലേഷൻ താൻ ആരംഭിച്ചെന്നും ഹീറോയിൻ എന്ന് പ്രഗ്നന്റ് ആയോ അന്ന് ആ റിലേഷൻ ഞാൻ നിർത്തിയെന്നും കിഷോർ പറയുന്നു. ഇത്രയെല്ലാം കാണിച്ചു കൂട്ടിയ കിഷോറിനെ ഇനി അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ ഹീറോയിൻ ഒരുക്കമല്ലായിരുന്നു. സീത, നമുക്കിതെല്ലാം മറന്ന് ഫ്രഷായി ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. ഇവൻ ഈ പറഞ്ഞത് കേട്ട് ഹീറോയിൻ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം അടുത്തുള്ള ജനാല ക്ലോസ് ചെയ്തു വന്ന് കിഷോർ പറഞ്ഞതുപോലെ ഫ്രഷായി നമുക്കൊരു ന്യൂ ലൈഫ് ആരംഭിക്കാമെന്നും താൻ ചെയ്ത തെറ്റും കൂടി കിഷോർ പൊറുക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. ഹീറോയിൻ കിഷോറിനോട് ചെയ്ത തെറ്റ് എന്താണെന്ന് നോക്കിയാൽ അവന്റെ അവിഹിതം അറിഞ്ഞ ശേഷം ഹീറോയിൻ വേറൊരു പുള്ളിയുമായി റിലേഷൻ ആരംഭിച്ചിരുന്നു. ആ റിലേഷൻ വഴിയാണ് ഹീറോയിൻ പ്രഗ്നന്റ് ആയിരിക്കുന്നത്. ഇതെല്ലാം ഹീറോയിൻ ഓപ്പണായി കിഷോറിനോട് പറഞ്ഞിട്ട് നമുക്കിനി മുതൽ ഒത്തുചേർന്ന് പോകാമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. ഹീറോയിനെ പോലെ ആയിരുന്നില്ല കിഷോർ. നമ്മുടെ ഹീറോയിനായിട്ടുള്ള സീത ചെയ്ത തെറ്റ് കിഷോറിന് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. വാതിൽ തുറന്നിറങ്ങിയ അവനെ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളെല്ലാം ചേർന്ന് വളയുമ്പോൾ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്ത കിഷോർ ഒടുവിൽ ബാൽക്കണിയിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ചാടുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു കിഷോറിന്റെ പ്രതികരണം. ഇത് കണ്ട് കിഷോറിന്റെ ബന്ധുക്കളെല്ലാം താഴത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഈ നടന്നതെല്ലാം കണ്ടിട്ടും ഹീറോയിൻ ഒരു കൂസലുമില്ലാതെ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിൽ ചെന്ന് നിൽക്കുന്നു. ഇവളെ കണ്ട് അടുത്തേക്ക് എത്തുന്ന ഹീറോയിന്റെ അമ്മ നീ കിഷോറിനോട് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ താൻ അയാളോട് ഒരു നുണ പറഞ്ഞു എന്ന് ഹീറോയിൻ പറഞ്ഞു നിർത്തുമ്പോൾ ബേബി ഷവർ എന്ന ഈ തമിഴ് ഷോർട്ട് ഫിലിം അവസാനിക്കുന്നു. നിങ്ങൾ എത്ര പേര് വിചാരിച്ചോ ഇതേപോലൊരു ക്ലൈമാക്സ്? ഈ ഫിലിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ ഈ എക്സ്പ്ലനേഷൻ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാത്തവർക്കായി ഹീറോയിനായ സീത കിഷോറിന്റെ അവിഹിതം കണ്ടെത്തി എങ്ങനെയാണോ റിയാക്ട് ചെയ്തത് അതുപോലെയല്ലായിരുന്നു ഹീറോയിൻ പറഞ്ഞത് കേട്ട് മാത്രം വിശ്വസിച്ച കിഷോറിന്റെ റിയാക്ഷൻ. നമ്മൾ ഓരോരുത്തരും ഇവരെ പോലെ തന്നെയാണ്. എക്സാമ്പിള്, ഞാൻ ചിന്തിക്കുന്നത് പോലെയോ റിയാക്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നതും റിയാക്ട് ചെയ്യുന്നതും. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് അത് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഫിലിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ശരി, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.